ആണവ അന്തർവാഹിനി കപ്പൽ സ്ഥാപിച്ച് അമേരിക്കക്ക് റഷ്യ മറുപടി പറഞ്ഞു. 2 ദിവസം മുമ്പാണ് റഷ്യ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ റഷ്യയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ആണവ അന്തർവാഹിനി കപ്പൽ അമേരിക്ക സ്ഥാപിച്ചത്. ഇത് റഷ്യക്കുള്ള വലിയ തിരിച്ചടിയാണ് എന്നുള്ളതും വലിയ മുന്നറിയിപ്പാണ് എന്നും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ റഷ്യയുടെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യത്തിനൊക്കെ അപ്പപ്പം തന്നെ മറുപടി നൽകുന്ന ഒരു വ്യക്തിയാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ താല്പര്യമുള്ള വ്യക്തിയാണ് എന്നതിനാൽ അമേരിക്കക്കെതിരെ ഒരു ബദൽ സംവിധാനം എന്ന തരത്തിൽ ഫിൻലാൻഡിന് സമീപം റഷ്യയുടെ 2 ആണവ അന്തർവാഹിനി സ്ഥാപിച്ചിരിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നു. നാറ്റോ അതിർത്തിയിലാണ് ഇത് സ്ഥാപിച്ചത് എന്നതിനാൽ ആ മേഖലയിൽപ്പെട്ട എല്ലാവർക്കും ഇത് ഭീഷണിയാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി, ആണവ ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിക്കാൻ തരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പാകത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് പൊഷാഷ്കിയാൻ എന്ന പേരിലുള്ള ഈ പറയപ്പെട്ട ആണവ അന്തർവാഹിനി. തങ്ങൾക്കുള്ള ഏത് ഭീഷണിയും പ്രതിരോധിക്കാനും നേരിടാനും റഷ്യ ശക്തമാണ്, ഫലമുള്ളതാണ്, ലോകത്തിന് മുൻപിൽ അങ്ങനെ കീഴ്പ്പെടുത്താൻ താല്പര്യമില്ലാത്തതാണ് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി, റഷ്യൻ ഗവൺമെൻറ് പ്രതികരിക്കുകയും ചെയ്തു. ഞങ്ങളങ്ങനെ കീഴ്പ്പെടുത്താനോ അട്ടിമറിക്കാനോ ഏതെങ്കിലും രാജ്യത്ത് നിലവിലെ സാഹചര്യത്തിൽ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അമേരിക്കയെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് 2 ആണവ ശക്തിയുള്ള രാജ്യങ്ങളാണ് അമേരിക്കയും റഷ്യയും. നിസ്സാരമായിരിക്കുന്ന ആണവ ശക്തിയല്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവ ശക്തിയുള്ള രാജ്യത്ത് 1ാം സ്ഥാനത്ത് റഷ്യയും 2ാം സ്ഥാനത്ത് അമേരിക്കയുമാണ്. ഇവരിപ്പോൾ ആണവ വാഹിനിയും അന്തർവാഹിനിയുമായിട്ട് ബന്ധപ്പെട്ട് കളി കളിക്കുന്ന സമയത്ത് അത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അമ്പരപ്പും ഭയപ്പാടും ഉണ്ടാക്കുന്ന കാര്യമാണ്. അമേരിക്കയുടെ ആധിപത്യം, സർവാധിപത്യം ഉണ്ടാവണമെന്ന് അവരെല്ലാ കാലത്തും ആഗ്രഹിച്ചു. 2ാം ലോക യുദ്ധത്തിന് ശേഷം 2ാം ലോക യുദ്ധത്തോടു കൂടിയാണ് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുമുള്ള രാജ്യങ്ങൾ തമ്മിൽ വേർതിരിവുണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കയോടൊപ്പം അല്ലെങ്കിൽ സോവിയറ്റോടൊപ്പം ചേർന്നുകൊണ്ട് 2ാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ് അമേരിക്ക. ആ സമയത്ത് ചേരികളൊക്കെ ഒന്നാണ്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ചൈന അടക്കമുള്ള ചേരി ഒരുമിച്ചും ജർമ്മനിയും ജപ്പാനും വേറെയായിട്ട് നടന്ന യുദ്ധമാണ്. എന്നാൽ യുദ്ധം കഴിഞ്ഞതിന് ശേഷം യുദ്ധം വിജയിച്ചിരിക്കുന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും ചൈനയും ഒക്കെ അവർ തമ്മിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബലപരീക്ഷണം നടത്തി. ആരാവണം സർവാധിപത്യമുള്ള ലോക രാജ്യത്തിൻ്റെ മേൽക്കോയ്മ അവകാശപ്പെടാനുള്ള രാജ്യം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബലപ്രയോഗം നടത്തുന്നതാണ് പിന്നീട് കണ്ടത്. പിന്നെ ശീതസമരമൊക്കെ വർഷങ്ങളോളം നീണ്ടുന്ന ശീതസമരം അമേരിക്കയും റഷ്യയും തമ്മിൽ അല്ലെങ്കിൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ തമ്മിൽ നടത്തി. എന്തിനാണെന്ന് കൃത്യമായി അവർക്ക് തന്നെ അറിയില്ല. പിന്നെ അവർ തന്നെ നിർത്തിവെക്കുകയും ചെയ്തു. വലിയ സാമ്പത്തിക ബാധ്യതയും വലിയ നഷ്ടങ്ങളും പോക്കുവരവും ഒക്കെ നിന്നു പോയതും കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട് സാരമായി ബാധിക്കപ്പെട്ട വലിയ പ്രശ്നങ്ങൾ അവർക്കുണ്ടായ സമയത്ത് അവർ തന്നെ അത് നിർത്തിവെച്ചു എന്ന് ചുരുക്കം. ഇപ്പോൾ മറ്റൊരു വേർഷനാണ് ഇപ്പോൾ നടക്കുന്ന 2 യുദ്ധങ്ങൾ. ഒന്ന് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം, മറ്റൊന്ന് പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം. പാലസ്തീനും ഇസ്രായേലും തമ്മിൽ യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, ഇസ്രായേൽ പാലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്ന പ്രവൃത്തി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിലൊക്കെ അമേരിക്കക്ക് പങ്കാളിത്തമുണ്ട്. അതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പോൾ ഇവിടെ ആധിപത്യം ഉണ്ടാക്കിക്കൊണ്ട് അമേരിക്ക പിന്തുണയുള്ള വിഭാഗങ്ങൾ വിജയിച്ച് കയറണം എന്നുള്ളതും അവർക്കേ വിജയിക്കാൻ സാധിക്കൂ എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കും. ഉക്രൈന് യഥാർത്ഥത്തിൽ 1 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 15 ദിവസം കൊണ്ട് പൊടിഞ്ഞു തീരാൻ മാത്രമേ ഉള്ളൂ റഷ്യയുടെ സൈനിക ബലത്തിന് മുൻപിൽ. പ്രിഗോഷിൻ്റെ നേതൃത്വത്തിൽ പോലും യുദ്ധം ആദ്യഘട്ടം നടന്നിട്ടുണ്ട്. വാഗ്നർ ഗ്രൂപ്പ് അത് ഈ പുട്ടിൻ്റെ പേഴ്സണൽ ട്രൂപ്പായിരുന്നു. ആ ട്രൂപ്പാണ് യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് തന്നെ യുദ്ധത്തിൽ ഇറങ്ങിയത് ഉക്രൈൻ്റെ മണ്ണിൽ. പിന്നെ അവരുടെ ആധിപത്യവും തേരോട്ടവുമായിരുന്നു. അവർ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഉക്രൈനെ പേടിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ആ സർവാധിപത്യം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. പിന്നീടാണ് ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്ന അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യ ഇങ്ങനെ മുന്നേറ്റം ചെയ്യാൻ വേണ്ടി വിട്ടുകഴിഞ്ഞാൽ ഭാവിയിൽ അത് സാരമായിട്ട് ബാധിക്കുകയും അത് യൂറോപ്യൻ രാജ്യങ്ങളെ തന്നെ അപ്പാടെ വിഴുങ്ങുന്ന തരത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമെന്ന് അറിഞ്ഞതോടുകൂടി അവർ ഉക്രൈനെ സഹായിക്കാൻ വേണ്ടി ഏറ്റു. അങ്ങനെയാണ് പിന്നീട് ഉക്രൈനും റഷ്യയും തമ്മിലാണ് യുദ്ധം നടക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒരു പക്ഷത്തും റഷ്യ എന്ന് പറയുന്ന രാജ്യം ഒറ്റയ്ക്കും നടക്കുന്ന യുദ്ധമാണ് റഷ്യൻ ഉക്രൈൻ യുദ്ധം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പല ഘട്ടങ്ങളിലും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ സമാധാന ക്രിയയിലൂടെ നീങ്ങാം, വിഷയങ്ങളൊക്കെ പരിഹാരം ഉണ്ടാക്കാം എന്ന തരത്തിലൊക്കെ. അതിന്
നിർദ്ദേശങ്ങൾ എന്താണ് എന്ന ചോദ്യത്തിന് കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ അമേരിക്കയെ കഴിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. സൗദി അറേബ്യയുമായിട്ട് ഒരു മധ്യശ്രമമൊക്കെ ഇതിന് മുൻപ് നടത്തിയിരുന്നു. മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് ഇപ്പോഴത്തെ ഭരണാധികാരിയായിരിക്കുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചാ കാര്യങ്ങൾ നടത്തുകയും നല്ല കൃത്യമായിരിക്കും ഒരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ നിർദ്ദേശം യുദ്ധമായിട്ട് അവസാനിപ്പിക്കുക. എന്ന് രണ്ടാം ഘട്ടത്തെക്കുറിച്ച്, രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ റഷ്യ പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമുക്ക് രണ്ടാമത് സംസാരിക്കാം. അതല്ലാത്തിരുത് രണ്ടും ഒരേ സമയത്ത് പരിഹരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. അതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്ന നിർദ്ദേശം. അത് വളരെ അതിന്റെ ഒരു കൃത്യതയായിരുന്നു. അത് രണ്ടു കൂട്ടരും സമ്മതിച്ചില്ല. റഷ്യ പറയുന്ന കാര്യം എന്താ, ഞങ്ങൾ പിടിച്ചെടുത്ത ഭൂപ്രദേശമൊക്കെ ഞങ്ങളുടെ ഭൂമിയോട്, ഞങ്ങളുടെ രാജ്യത്തോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്, റഷ്യയോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 65 മുതൽ 75% വരെ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന റഷ്യക്കാരാണ് ഈ പറയപ്പെട്ട ഉക്രൈൻ്റെ ഭാഗങ്ങളിലുള്ളത്. ഞങ്ങളുടെ ദേശത്തിന്റെ ഭാഗമാണ്, ഞങ്ങളത് വിട്ടുകൊടുക്കുന്നില്ല. ഉക്രൈൻ പറയുന്നത് എന്താ, റഷ്യയിൽ നിന്ന് കയ്യേറ്റം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഭൂപ്രദേശത്തേക്ക് കയറി വന്നവരാണ് അവർ ഞങ്ങളുടെ ഭൂപ്രദേശം പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവരാണ് വിട്ടുപോകേണ്ടത്. ഞങ്ങളുടെ ഭൂപ്രദേശത്ത് നിന്ന് അവർ വിട്ടുപോകണം, ഞങ്ങൾ അങ്ങോട്ട് കയറിയതല്ല അവർ ഇങ്ങോട്ട് കയറിയതാണ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഇതോടുകൂടി പ്രശ്നപരിഹാരം അനന്തമായി നീണ്ടുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് ഇലക്ഷൻ സംബന്ധമായ രീതിയിൽ ഇലക്ഷനോടനുബന്ധിച്ച് അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനോടനുബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അന്നത്തെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞിരുന്ന കാര്യം, ഞാൻ അധികാരത്തിലേറി 48 മണിക്കൂർ കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ ഉക്രൈൻ റഷ്യയും തമ്മിലെ വിഷയം. മാസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം അധികാരത്തിലേറി സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് ജനുവരി 20-നാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. ഇപ്പം നമ്മൾ ഓഗസ്റ്റിൽ എത്തി നിൽക്കുന്നു, ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇലക്ഷൻ സമയത്ത് പറയുന്ന കാര്യങ്ങളും പിന്നീട് ഭരണത്തിലേറിയിട്ട് പറയുന്ന കാര്യങ്ങളും നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയം പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ. അന്ന് പറയുന്നതും ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനം തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ലോകത്തെ ആശങ്കയിലാക്കിയിരിക്കുന്ന കാര്യം, റഷ്യ സ്ഥാപിച്ചിരിക്കുന്ന ഈ പറയപ്പെട്ട ആണവ അന്തർവാഹിനി എന്ന് പറഞ്ഞാൽ ഫിൻലാൻഡിനോട് ചേർന്നിട്ടാണ് സ്വീഡനും ജർമ്മനിക്കും എസ്റ്റോണിയക്കൊക്കെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കേണ്ടി വന്നാൽ പോലും വളരെ എളുപ്പത്തിൽ ആക്രമിക്കാൻ പാകത്തിലുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിൽ റഷ്യയുടെ ആണവ അന്തർവാഹിനി ഉള്ളത്. ഇത് വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ റഷ്യയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക സ്ഥാപിച്ചിട്ടുണ്ട്, അത് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. 2 ലോക ആണവ ശക്തികളാണ് യഥാർത്ഥത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നീയോ ഞാനോ എന്നുള്ള കളി കളിക്കുന്നത്. ആരെങ്കിലും ഒരാൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തൊട്ടടുത്ത ആൾ പൊട്ടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വരുന്ന സമയത്ത് ലോകം മുഴുവനും നശിക്കാൻ മാത്രം പാകത്തിലുള്ള ആണവ സംവിധാനങ്ങളും ആണവ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന മേഖലയും യഥാർത്ഥത്തിൽ ഈ 2 രാജ്യങ്ങൾക്കുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യങ്ങൾ ഒന്ന് റഷ്യ, അത് കഴിഞ്ഞാൽ അമേരിക്കയാണ്. 2 കൂട്ടരും കൂടി ആണവ പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ പിന്നീട് ലോകത്തിൻ്റെ കാര്യം വലിയ പ്രയാസമാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം, സർവാധിപത്യം ഉണ്ടാക്കി ലോകത്തെ കീഴടക്കാൻ വേണ്ടി അമേരിക്ക സമ്മതിക്കില്ല എന്നുള്ളതാണ് റഷ്യയുടെ നിലപാട്. റഷ്യക്ക് സർവാധിപത്യം ഉണ്ടാക്കിക്കൊണ്ട് ഉക്രൈൻ അടക്കമുള്ള രാജ്യത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി അവരെ സമ്മതിക്കില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. ഇതൊരു 3-ാം ലോക യുദ്ധത്തിലേക്ക് എത്തുമോ എന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോകം ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യം.